എന്തുകൊണ്ട് നമുക്കൊരു ബിസിനസ് ഡ്രീം ഉണ്ടായിരിക്കും? മുജീബായി, ഞാൻ പറഞ്ഞാൽ മതിയാ? ഓക്കെ. നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഈ ലോകത്തുനിന്ന് പോയാലും ഈ ജനങ്ങള് അവരെ ആ കാലഘട്ടത്തിൽ ജീവിച്ച എല്ലാവരും അവരെയും പിന്നെയും ഓർത്തുകൊണ്ടിരിക്കും. കാരണം വെച്ചാൽ അവർ ചെയ്ത നല്ല പ്രവൃത്തികൾ, അവർ ചെയ്ത നിർമ്മിതികൾ എല്ലാം ഈ ലോകത്ത് പിന്നീടും ബാക്കിയാണ്. കാരണം വെച്ചാൽ നമ്മൾ യൂസുഫായി ഇല്ലെങ്കിലും ഈ ലുലു ഒക്കെ ഇതുപോലെ തന്നെ പിൽക്കാലത്തും ഉണ്ടാവും. തീർച്ചയായിട്ടും. അതുപോലെ നമുക്കും നമ്മളുടേതായ എല്ലാവരും ഓർക്കപ്പെടുന്ന നിർമ്മിതികൾ, സൽപ്രവൃത്തികൾ ബാക്കി വെച്ചിട്ട് ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് ഈ ലോകത്തിൽ നിന്ന് പോകാം. ഓക്കെ. അത്തരത്തിലൊരു സ്വപ്നമുണ്ടോ? എന്നാലല്ലേ നമുക്ക് നിർമ്മിക്കാൻ കഴിയും. സ്വപ്നമുള്ളതുകൊണ്ടാണല്ലോ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. വെൽക്കം. കാരണം നമുക്ക് ഒരു സ്വപ്നം ഉണ്ടായതുകൊണ്ട് മാത്രം അത് സാധ്യമാവണമെന്ന് നിർബന്ധമില്ല. നാം അത് എവിടെയെങ്കിലും എഴുതപ്പെടണം. എഴുതാത്ത സ്വപ്നങ്ങളൊന്നും തന്നെ പ്രാവർത്തികമാവാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വപ്നങ്ങൾ എഴുതപ്പെടും. അതാണ് അവൻ ഉണ്ടാക്കി വെക്കുന്ന ഒരു വിഷൻ. 2025 ഡിസംബർ 31 ഞാൻ ഇന്ന ഭാഗത്തെത്തിയിരിക്കണം. 2028 ഞാൻ എവിടെ എത്തിയിരിക്കണം? 2030 ഞാൻ എവിടെ എത്തിയിരിക്കണം? 2035 നാം എവിടെ എത്തി? ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷൻ. എങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു സ്വപ്നം നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഏതൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങൾ പ്രസക്തമാകുന്നത്. 1994 ഞാൻ ആദ്യമായി റിയാദിലെത്തുന്നത്. റിയാദിലെത്തി ഏകദേശം 15 വർഷങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തി. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തി, പക്ഷെ എവിടെയും എത്തിയില്ല. പിന്നീടുള്ള 10 വർഷം കൊണ്ട് മറ്റൊരു ജേണിയായി. ആദ്യത്തെ ജേണിയിൽ 19ഓളം ഷോപ്പ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ജേണിയിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ ഷോപ്പായിരുന്നു. 2020 കോവിഡിന് ശേഷം വീണ്ടും ഫോക്കസ് ചെയ്യും. അപ്പൊ നമ്മുടെ ക്ലാരിറ്റി എത്രമാത്രം കൂടുന്നുണ്ട്, അത്രമാത്രം നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ വളർത്തുവാൻ സാധിക്കും. ഞാൻ പലപ്പോഴും നമ്മൾ പറഞ്ഞ വാക്കുകളാണ്. 24 വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത റവന്യൂവിനെ 24 മാസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഹൗ? ദാറ്റ്സ് എ വിഷൻ. അതിന്റെ പിന്നിൽ ഒരു വിഷൻ ഉണ്ടായിരുന്നു. എത്ര പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട് വിഷൻ? 2025 വിഷൻ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ് വിവിഡ് വിഷൻ. 2028 എത്തുമ്പോൾ നാം എവിടെ എത്തണമെന്ന്, 2035 എത്തുമ്പോൾ നാം എവിടെയാണ് ഉണ്ടായിരിക്കേണ്ടത്? ഉണ്ടോ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി? Then you can make a big signature. ആർക്കാണ് ഒരു ആൻസർ പറയാൻ പറ്റുക? മുജീബിക്ക, എനിക്ക് ഇത്രയും നാൾ ഉണ്ടായില്ല, പക്ഷെ എനിക്ക് ഇപ്പോഴും ഒരു കാഴ്ചപ്പാട് വന്നു തുടങ്ങി. എനിക്കിപ്പോ ഒരു വിഷയം, എനിക്കിപ്പോ എങ്ങോട്ട് പോകണം. നമ്മൾ ക്ലാസ്സിൽ കയറി തുടങ്ങി, നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, ഇപ്പോഴും നമുക്കൊരു കറക്റ്റ് ഒരു ട്രാക്കിലേക്ക് വന്നു തുടങ്ങി ഇപ്പൊ നമ്മൾ. വേറെ ആർക്കാണ് അഡീഷണൽ ആയിട്ട് ഒന്നും കൂടി പറയാൻ പറ്റുക? ഞാൻ ഓൾറെഡി ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സാജിദ്. വേൾഡ് ഹാപ്പിനെസ് കോഡ് എന്നാണ് കമ്പനിയുടെ പേര്. ഞങ്ങളൊരു മാർക്കറ്റിംഗ് ഏജൻസിയാണ്. ബൈ ദ ഗ്രേസ് ഓഫ് കോഡ് ഞങ്ങൾ ഓൾറെഡി ഒരു വിഷൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായത്. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ കോയിൻസിഡന്റ് ആയിട്ട് നടന്ന ഒരു ഇൻസിഡന്റ് ആയിട്ടാണ് എനിക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ഈ 14th മറ്റന്നാള് നമ്മളെ കോർ ടീമിനെ വെച്ചുകൊണ്ട് നമ്മൾ വിവിഡ് വിഷൻ നമ്മൾ കോർ ടീമിന്റെ ഇടയിൽ ഡിക്ലെയർ ചെയ്യാണ്.
എൻഡ് ഓഫ് ദ മന്തിൽ നമ്മൾ എൻ്റയർ ടീമിനെ വിളിച്ചുകൊണ്ട് ആ ഒരു വിഷൻ മെസ്സേജ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഷെഡ്യൂളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു റൈറ്റ് ടൈമിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു ഇൻഡസ്ട്രി ഞാൻ ഓൾമോസ്റ്റ് ഒരു ലാസ്റ്റ് 8 years ആയിട്ട് വർക്ക് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും നമ്മൾ എത്രമാത്രം സ്ട്രോങ് ആയിക്കൊണ്ട് ആഗ്രഹിക്കുന്നു അതിനെ പ്രകൃതി കൊണ്ട് നമ്മളിലേക്ക് എത്തിക്കുന്നുള്ള എന്താണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത്. നമ്മുടെ വിഷനെ നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് വേണ്ടുന്ന ആളുകൾ നമ്മളിലേക്ക് എത്തിക്കൊണ്ടേ. അതെല്ലാം നമുക്ക് ക്ലാരിറ്റി ഇല്ല എങ്കിൽ ഒരിക്കലും തന്നെ നമുക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ സാധിക്കില്ല. വ്യത്യസ്തങ്ങളായ മേഖലകളിലായിരുന്നു ഞാൻ ആദ്യം പ്രവർത്തിച്ചിരുന്നത്. ഒരുപാട് ഫീൽഡ്, ഗാർമെന്റ്സ് ഉണ്ടായിരുന്നു, കോസ്മെറ്റിക്സ് ഉണ്ടായിരുന്നു, പെർഫ്യൂം ഉണ്ടായിരുന്നു, സ്കൂൾ ആൻഡ് സ്റ്റേഷനറി ഉണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുണ്ട്. 2015 ഞാൻ ഒന്ന് മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങി. ഒറ്റ ദിവസം കൊണ്ട് എന്റെ ഏറ്റവും ബെസ്റ്റായി പ്രവർത്തിച്ചിരുന്ന 3 ഷോപ്പുകൾ ഒരു ദിവസം നഷ്ടം. എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് ഒരു പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. കോവിഡ് പോലും എന്തിനു വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ആകെ ഒരേ ഒരു ആൻസർ മാത്രമാണുള്ളത്. അത് എൻ്റെ ഒരു പുതിയ ലേണിങ്ങിനെ കുറിച്ച് വീണ്ടും നമ്മളെ ആ ട്രാക്കിലേക്ക് കൊണ്ടുവരാം. നേരത്തെ പറഞ്ഞല്ലോ ഒരു കോയിൻസിഡൻസ്. കാരണം നമ്മളൊരു യാത്ര ചെയ്തുകൊണ്ടേയിരിക്കാം, പക്ഷെ ആ യാത്രയെല്ലാം നമ്മുടേത്. നമുക്ക് ഇനിയും പലതും ചെയ്യുവാനുണ്ട് എന്ന് പ്രകൃതി പോലും നമ്മെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് ചില ഇൻസിഡന്റുകളുണ്ട്. ഞാൻ എപ്പോഴും ഓർത്തു വെക്കുന്ന ഒരു ഡേറ്റാണ് 2020 April 19. 2020 April 19. അന്നേ ദിവസമാണ് ഞാൻ ആദ്യമായി ഒരു വ്യക്തിയെ കാണുന്നത് ഫോറിൻ ക്ലബിന്റെ ഒരു മീറ്റിംഗ്. അതിനുശേഷമാണ് പഠനം എന്ന ഒരു ഭാഗത്ത്, അതായത് ഏകദേശം കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം 25 വർഷത്തിലധികം ഒന്നും തന്നെ ചെയ്യാറുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലുതെന്നും നമ്മുടെ നോളേജ് ആണ് ഏറ്റവും വലുതെന്നും വിചാരിച്ച് മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്ന ഒരു വ്യക്തിയെ വീണ്ടും ആ ലേണിങ്ങിന്റെ ട്രാക്കിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. ആ ഒരൊറ്റ സെഷൻ. നമ്മൾ പലപ്പോഴും പറയും ഒരുപാട് ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, വിത്തിൻ സെക്കൻഡ്സ് യു ക്യാൻ ചേഞ്ച്. ചില തീരുമാനങ്ങൾ, നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ചില സെക്കൻഡ്സിൽ എടുക്കുന്ന തീരുമാനങ്ങൾ. 2020 ഡിസംബറിൽ എനിക്കൊരു കോൾ വന്നു. സെയിൽസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ കിങ്സ് ക്ലബിലേക്ക് വരാൻ വേണ്ടി ഒരു വ്യക്തി, എന്റെ സുഹൃത്ത് തന്നെയായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക്, കോവിഡ് കാലഘട്ടത്തിൽ പോലും നമ്മൾ അത്യാവശ്യം ഭംഗിയായി ബിസിനസ്സിനെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇനി അതിനേക്കാൾ വലുത് എന്ത്? ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ക്രൈസിസ് ആയിരുന്നു കോവിഡ്. ആ കോവിഡ് പോലും നമ്മൾ കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു. ഇനി എന്തിനാണ്? പക്ഷെ ജാനുവരി വന്നു, ഫെബ്രുവരി വന്നപ്പോൾ എനിക്ക് ചെറിയൊരു സിഗ്നൽസ്, ഇത് പഴയ പോലെ മുന്നോട്ടേക്ക് പോകില്ല. കാരണം ഒരു പുതിയ കൾച്ചർ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നാം എന്താണോ ഇത്രയും കാലം ചെയ്ത് അതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്കുള്ള മറ്റൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല. സാറ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, ഡൂയിങ് സെയിം തിങ് ആൻഡ് എക്സ്പെക്ടിങ് ഡിഫറെന്റ് റിസൾട്ട്. ഡൂയിങ് സെയിം തിങ്. കഴിഞ്ഞ 19 വർഷത്തോളം ഞാൻ അതന്നെയായിരുന്നു ചെയ്തിരുന്നത്. അതല്ലെങ്കിൽ 25 വർഷങ്ങൾ അത് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ഒരു ബിസിനസ് എക്സ്പീരിയൻസ് എന്നാൽ 92 ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഒരു കോഴിക്കോടുള്ള ഏറ്റവും പ്രശസ്തമായ കമ്പനി 2.5 വർഷം ജോലി ചെയ്തു. ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ്. ആ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് നമ്മുടെ പത്തിനുണ്ടായത്. അതിന് ശേഷമുള്ള 25 വർഷവും ഡൂയിങ് സെയിം തിങ്. അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞത്, നമ്മുടെ റിസൾട്ടിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ കാഴ്ചകൾക്ക് ഒരു പരിമിതി ഉണ്ടായിരുന്നു. ഒരു 50,000 രൂപയാണ് മന്ത്ലി സെയിൽസ്, ഒരു 1 lakh.
1.15, 1.45 അതായിരുന്നു ഏറ്റവും വലിയ സെയിൽ ഓരോ ബ്രാഞ്ചിലെയും. പലപ്പോഴും ഓരോ ബ്രാഞ്ചിൽ ചിലപ്പോൾ 30,000 ആണ് ഉണ്ടാവുന്നത്, 50,000 ചില ബിസിനസ്, ഒരു ആവറേജ് 60,000. അതിന്റെ അപ്പുറത്തുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കാറില്ല. പക്ഷേ 2015 ആ ഒരു ആക്സിഡന്റിന്റെ ശേഷം അപ്രസക്തമായ ഒരു ബ്രാഞ്ചിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചു. ആ സന്ദർഭത്തിൽ പല വ്യക്തികൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇന്ന് ഓർക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ കോളായിരുന്നു. അന്ന് ആ ഏറ്റവും വലിയ ക്രൈസിസ് നിൽക്കുന്ന സന്ദർഭത്തിൽ വന്ന ഒരു കോൾ ഇന്ന് ഞാൻ നോക്കാം, എനിക്ക് കുറച്ച് പ്രോഡക്ട്സ് വേണം, ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? യെസ്, ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തു. അതിനുശേഷമാണ് അന്നേ വരെ ഉണ്ടായിരുന്ന ഗ്രോത്തിന് ഡിഫറെന്റ് ആയിട്ടുണ്ട് ഗ്രോത്തിലേക്ക് എത്തിയത്. 2020 ശേഷം മനസ്സിലാക്കാൻ സാധിച്ചത് പഴയ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് നമുക്ക് ഒരിക്കലും തന്നെ പുതിയ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. 2035 നാം ഓരോരുത്തരും തന്നെ ഉണ്ടാക്കി വെച്ച വിഷനിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തണമെന്നുണ്ട് എങ്കിൽ പുതിയ കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്, പഴയ കാര്യങ്ങൾ മാത്രമല്ല. സോ വി ഹാവ് ടു ലേൺ സംതിങ് ന്യൂ. പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിച്ചാൽ മാത്രമേ പുതിയ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. 2019 ഒരു സ്റ്റേജിൽ 2 മിനിറ്റ് പോലും സംസാരിക്കാൻ സാധ്യമല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്റെ കോളേജ് ലൈഫിലോ സ്കൂൾ ലൈഫിലോ കഴിഞ്ഞ 25 വർഷത്തെ പ്രവാസ ജീവിതത്തിലോ ഒരിക്കലും തന്നെ ഒരു വേദിയിലും ഞാൻ സംസാരിച്ചിരുന്നില്ല. അവിടെ നിന്നാണ് ഇവിടം വരെ എത്തിയത്. ഇതൊരു വലിയ ഡെസ്റ്റിനേഷൻ അല്ല. നാം ഓരോരുത്തരും തന്നെ എല്ലാ സന്ദർഭത്തിലും മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഒരിക്കലും തന്നെ ഇവിടെ എത്താൻ വേണ്ടിയല്ല നമ്മൾ ശ്രമങ്ങൾ തുടങ്ങിയത്, ഇവിടെ നിൽക്കുവാൻ വേണ്ടിയല്ല നാം ഓരോരുത്തരും ഇത്രയും കാലം അധ്വാനിച്ചത്, നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടി. സോ വി നീഡ് ടു തിങ്ക് ഓൾവേസ്, എല്ലാ സന്ദർഭത്തിലും നാം മുന്നോട്ടേക്ക് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. സോ എത്ര പേർ 2035 വിഷൻ സെറ്റ് ചെയ്തപ്പോൾ അതിനു വേണ്ടിയുള്ള പ്ലാനുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ആൾക്കാരും വിഷൻ ബോർഡ് ചെയ്തിട്ടുണ്ട്, വിവിഡ് വിഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇന്നത്തെ റിസോഴ്സിനപ്പുറത്ത് എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്? ഒന്ന് പറയാം. ആരാ പറയാം? കണ്ടു. ആരാന്നൊരു ആൻസർ പറയാം. ഞാൻ വിളിക്കണോ? അനസിന് എന്ത് പറയാൻ പറ്റും? അനസ് 2035 വിഷനിലേക്ക് എത്തുന്നതിന് വേണ്ടി. ഓക്കെ, വേറെ ആരാണ്? ഹായ് മുജീബ്ക. യെസ്. യാ മുജീബ്ക, ഞാൻ റീസെൻ്റ്ലി ജോയിൻ ചെയ്ത ഒരാളാണ്. ഡിഫറെൻറ്റ് ഫീൽഡിൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ആ വിവിഡ് വിഷൻ ഒരു ലാസ്റ്റ് മന്തിലാണ് വിവിഡ് വിഷൻ ആ സെഷൻ എടുത്തിട്ട്, ആ 10 സെഷൻ എടുത്തിട്ട് കേൾക്കാൻ വേണ്ടി തുടങ്ങിയത്. ശരിക്കും കിളി പോയൊരു സെഷനായിരുന്നു. ഇത് നേരത്തെ ഉണ്ടാക്കിയിരുന്നു എങ്കിൽ, അത് മാത്രം നേരത്തെ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ എത്ര ക്ലാരിറ്റി വരുമായിരുന്നു ടീമിനും എനിക്കും, എവിടെ എത്താമായിരുന്നു എന്നുള്ളത്. സോ എൻ്റെ ഒരു കമ്പനിയുടെ വിവിഡ് വിഷൻ ഇന്ന് പ്രിൻറ്റിങ്ങിലോട്ട് പോവുകയാണ്. തിങ്കളാഴ്ച ഫുൾ ടീമിനെ വിളിച്ച് കോർ ടീമുമായിട്ട് ഡിസ്കഷൻ മീറ്റിംഗ് കഴിഞ്ഞു ഒരു കമ്പനിയിൽ. അപ്പോൾ അത് തിങ്കളാഴ്ച പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ടീമിൻ്റെ അടുത്ത്. അതിനുള്ള ആക്ഷൻ പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്തു. ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ചെയ്ത് പുതിയ ഡിപ്പാർട്ട്മെൻറ്റ്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഞങ്ങൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പം മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ടെക് എനേബിൾ ചെയ്യാനുള്ള ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ സോ മെനി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. താങ്ക് യു വെരി മച്ച്. ഇപ്പൊ നമുക്കൊരു റിയാലിറ്റി മനസ്സിലായി, നമ്മൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ? നമ്മുടെ എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ ഏക എനർജി. പക്ഷെ ആ ഒരു എനർജി മാത്രം ലഭ്യമായത് കൊണ്ട് നമുക്ക് ഒരിക്കലും തന്നെ നമ്മുടെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. കാരണം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് 10 വർഷങ്ങൾക്കപ്പുറത്തേക്കുള്ളത്, 5 വർഷങ്ങൾക്കപ്പുറത്ത്,
3 വർഷങ്ങൾക്ക് അപ്പുറത്ത്. 1 വർഷം, 2 വർഷം, 3 വർഷം, ഇറ്റ്സ് ഓക്കെ. ഞാൻ എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ കരിയറിൽ ഇത്തരത്തിലൊരു പ്രസന്റേഷൻ ഒരിക്കലും തന്നെ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും വലിയ ഒരു നല്ലൊരു ഓഡിയൻസിന് മുമ്പിൽ ഒരു പ്രസന്റേഷൻ എടുക്കാൻ. പക്ഷെ എൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നുണ്ടായിരുന്നു. പക്ഷെ ആ സ്വപ്നങ്ങൾ എന്നും അതുപോലെ തന്നെ എന്നും കഴിഞ്ഞ 25 അല്ലെങ്കിൽ 27 വർഷം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആൻസർ പറയാൻ ഓരോ ആൾക്കാരും ചാടി വരണം. കാരണം അത് നിങ്ങൾക്ക് തരുന്ന കോൺഫിഡൻസ്, അതിലേക്ക് നിങ്ങളുടെ സ്വഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റങ്ങൾ വളരെ വലിയത്. 2022 ഞാൻ ആദ്യമായി ഇത്തരത്തിലൊരു സെഷനുമായി വരുന്നത്. ഒരു സൺഡേ, അന്ന് ഗസ്റ്റുകളാണ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് നല്ല നല്ല ഇന്റർവ്യൂസുകൾ കാണാൻ പറ്റും. പഴയ ഇതിലേക്ക് പോയി ചിറ്റലിപ്പള്ളി സാറിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതേപോലെ തന്നെ മാത്യു സാറിന്റെ ഫസ്റ്റ് ഹോം മാത്യു സാറിന്റെ ഇന്റർവ്യൂ ഉണ്ട്. നിങ്ങൾ ഓരോ ആൾക്കും ഫ്രീ ഉണ്ടാകുന്ന സന്ദർഭം അതൊക്കെ ഒന്ന് കാണണം. അത്തരത്തിലുള്ള ഒരു സൺഡേ ഗസ്റ്റിനെ അറേഞ്ച് ചെയ്യാൻ സാധിച്ചില്ല. ആർക്കെടുക്കും. അന്ന് ഇവിടെ ഒരുപാട് നല്ല നല്ല ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ അതേപോലെ എന്ത് ചെയ്തു, ഒന്ന് ഹാപ്പി ചെയ്തു, യെസ് ഐ വാണ്ട് ടു ടേക്ക് വൺ സെഷൻ. അന്ന് ഒമാനിൽ നിന്ന് ഒരു വ്യക്തിയായിരുന്നു ഇതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യും, മനു സാർ. മനു എന്നോട് പറഞ്ഞു, എക്സ്പീരിയൻസ് ഉണ്ടോ നിങ്ങൾക്ക്? നോ, എക്സ്പീരിയൻസ് ഇല്ല. എന്നിട്ട് നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്തില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാം. കാരണം സാർ നമ്മൾ പഠിപ്പിക്കുന്നത് എപ്പോഴും ദിസ് ഈസ് ദ റൈറ്റ് പ്ലേസ് ടു ഡു സംതിങ് മിസ്റ്റേക്ക്. നിങ്ങൾക്ക് മിസ്റ്റേക്കുകൾ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. സോ നമ്മൾ എല്ലാവരും തന്നെ മാക്സിമം ഉപയോഗപ്പെടുത്താം. അന്ന് അത്തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ ഇന്ന് ഇവിടെ എത്താൻ സാധിക്കില്ല. നമ്മൾ ബിസിനസ് സ്ട്രാറ്റജിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഗിമിക്സിനെ കുറിച്ച് പഠിച്ചു, ടാക്ടിക്സിനെ കുറിച്ച് പഠിച്ചു, സ്ട്രാറ്റജി പഠിച്ചു, ബിസിനസ് സ്ട്രാറ്റജി പഠിച്ചു, ഗെയിം ചേഞ്ചർ പഠിച്ചു. 5 സ്റ്റേജുകൾ. ഞങ്ങളുടെ ഏറ്റവും വലിയ കോർ ഏരിയ സ്കൂൾ പ്രോഡക്ട്സ്, സ്റ്റേഷനറി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന പ്രോഡക്റ്റുകൾ, അതാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ അതിൽ ഒരു സ്ട്രാറ്റജി ആയിട്ട് കുട്ടികൾക്ക് എന്ത് നൽകാം, സ്വപ്നങ്ങൾ ഉണ്ടാക്കാൻ, അതല്ലെങ്കിൽ അവരുടെ കാഴ്ചകളെ ഒന്ന് വലിയതാക്കി കാണിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം എന്നിലേക്കും. യെസ്, നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ ഇത്ര കാലത്തിലുള്ള എക്സ്പീരിയൻസുകൾ നമുക്ക് അവർക്ക് കൃത്യമായി ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ ഒരു ബാഗ് കച്ചവടക്കാരിൽ നിന്നും ഒരു ട്രെയിനറിലേക്കുള്ള യാത്ര, ഇറ്റ്സ് എ സ്ട്രാറ്റജി അല്ലെ? തീർച്ചയായിട്ടും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ടുന്ന ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് 2035 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ബാഗോ വാട്ടർ ബോട്ടിലോ വിറ്റത് കൊണ്ട് ഒരിക്കലും തന്നെ എന്റെ ഡെസ്റ്റിനേഷൻ ഞാൻ എത്തില്ല. നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അവിടെ ആ ഗിമിക്സിനും ആ ടാക്ടിക്സിനും അപ്പുറത്ത് എന്ത് സ്ട്രാറ്റജിയാണ് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്, എന്ത് ബിസിനസ് സ്ട്രാറ്റജിയാണ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗെയിം ചേഞ്ചിങ് മോഡൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് അനദർ തോട്ട്. അപ്പൊ അത്തരത്തിൽ നേരത്തെ പറഞ്ഞ മാതിരി അത്തരത്തിൽ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിഷൻ വേണം. വിഷൻ എന്താ നൽകുന്നത്? ക്ലാരിറ്റി. എവിടേക്കാണ് നാം ഓരോരുത്തരും തന്നെ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി. ആ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ സാധിക്കൂ. നമുക്ക് കൺസീവ് ചെയ്യുവാൻ സാധിക്കാത്ത ഒന്നും തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ഒരു ഫിഗർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നാം സംസാരിച്ചിരുന്ന വാക്കുകൾ എന്തായിരുന്നു? ആയിരങ്ങളും 10,000ങ്ങളും ലക്ഷങ്ങളും ആയിരുന്നു എങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മില്യൺസിനെ കുറിച്ചാണ്.
2035 നാം ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിൽ ഈ കമ്മ്യൂണിറ്റി എത്തപ്പെടുമ്പോൾ അവിടെ നിങ്ങൾക്ക് ബില്യൺസിന്റെ ആളുകളെയും കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. 2035 നാം ഓരോരുത്തരും തന്നെ എത്തുമ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നും ബില്യണേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തകളിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലിയാണ്. അതുകൊണ്ട് തന്നെ ആ സ്വപ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ അതോടൊപ്പം തന്നെ അതിലേക്ക് ക്ലാരിറ്റി, ആ ക്ലാരിറ്റി എന്താണ് നമുക്ക് നൽകുന്നത്? ഇസ് ഗിവ് യു എനർജി. അത് നമുക്ക് മോട്ടിവേഷൻ നൽകും. നമ്മൾക്ക് നമ്മുടെ യാത്രയെ കുറിച്ച് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് പോകുന്നത് 60 സ്പീഡിലാണെങ്കിൽ പോലും ഒരു സാധാരണ വില്ലേജ് റോഡിൽ നിന്നും നമുക്ക് ഹൈവേയിലേക്ക് എത്താമെന്നും അതിൽ നിന്നും എക്സ്പ്രസ് ഹൈവേയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്നുള്ള ആ ഒരു കാഴ്ച, ആ ഒരു എക്സ്പ്രസ് ഹൈവേയിലേക്ക് നാം ഓരോരുത്തരും തന്നെ എത്തുമ്പോൾ അവിടെ നമുക്ക് 100-നും 120-നും 140-നും 160 സ്പീഡിൽ നമുക്ക് പോകാൻ സാധിക്കുമെന്ന ഒരു ഉൾക്കാഴ്ച ഉണ്ടാവും. നാം ഓരോരുത്തരും തന്നെ അവിടെ എത്തി. സ്വാഭാവികമായിട്ട് അത് നമുക്ക് എന്ത് ചെയ്യും? വലിയ എനർജിയാണ് നിൽക്കുന്നത്. ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും തന്നെ ആ ഒരു എനർജി നമുക്ക് ലഭ്യമാവില്ല. 2020 ഒരു സെഷൻ ഞാൻ പങ്കെടുത്തു, ഫോറൈമിന്റെ തന്നെ മറ്റൊരു സെഷൻ. അന്ന് ആ ട്രെയിനർ പറഞ്ഞു, ഞങ്ങളൊരു കമ്മ്യൂണിറ്റി ഉണ്ട് 5 AM ക്ലബ്, 5 മണിക്ക് എല്ലാ ദിവസവും സെഷൻ നടക്കുന്നത് ഒരു 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 പ്ലാറ്റ്ഫോമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പങ്കെടുക്കാം. അപ്പൊ ഞാനൊന്നിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 5 മണിക്ക് ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം 2:30 മണിക്ക് ഞാൻ സൗദിയിൽ വരിക. 2:30 മണിക്ക് ഒരു സെഷനിലേക്ക് പങ്കെടുക്കണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും 2 മണിക്ക് എണീക്കണം. ഞാൻ സാധാരണ ഉറങ്ങാറുള്ളത് 1 മണിക്ക്, അതിൽ 12:30 മണിക്ക് ശേഷമാണ് ഞാൻ ഉറങ്ങാറ്. പിന്നെ എങ്ങനെ നമുക്ക് സാധ്യമാണ്? ഞാനൊപ്പം തന്നെ എന്ത് ചെയ്തു? ഇന്നലെ നമ്മൾ പഠിച്ച പോലെ ആ ഫിറ്റുകൾ നോക്കിയപ്പോൾ ആദ്യത്തെ ഫിറ്റ് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൽപ്പെട്ട ഒരു വ്യക്തിയെ എനിക്കൊരു മെസ്സേജ് ചെയ്തു, മുജിബായി സൗകര്യപ്പെടാണെങ്കിൽ ഒന്ന് കയറിയിട്ടോ. കാരണം അന്ന് ഞാൻ ഫോറൈമിൽ കുറച്ചൊന്ന് ലൈവായിട്ട് നിൽക്കാറുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് പരിചയപ്പെടുന്നു. വളരെ യാദൃശ്ചികമായി 2:30 മണിക്ക് എണീക്കപ്പെട്ടു. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നു, മലപ്പുറത്തു നിന്നുള്ള ആ ഒരു മുബാർക്കായിരുന്നു. അവന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഒന്ന് കയറി നോക്കിയാൽ. കയറി നോക്കിയപ്പോഴാണ് ആദ്യത്തെ ഭാഗമായി മെഡിറ്റേഷൻ. കുഴപ്പമില്ലല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം മറ്റു ചില കാര്യം പ്ലാറ്റ്ഫോം തർക്കടില്ല. അതിനുശേഷം എന്ത് ചെയ്തു? കുറെ ദിവസങ്ങൾ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയത്. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 4 മണിയായിരുന്നു ചാലഞ്ച്. 3:30 മണിക്ക് എണീക്കുക, 4 മണിക്ക് പ്ലാറ്റ്ഫോം. പക്ഷെ എന്റെ ഫ്രണ്ടിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ചകളിലേക്ക് കൃത്യമായ ആ ഒരു ക്ലാരിറ്റിയോടുള്ള കാഴ്ചകൾ കാണാൻ തുടങ്ങി എന്നുള്ളായിരുന്നു ആ സന്ദർഭത്തിൽ. എവിടെയാണ് എനിക്ക് എത്തിച്ചേരേണ്ടത്? ആ ഒരു കാഴ്ച കാണാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു പ്ലാറ്റ്ഫോം അതിലേക്ക് വന്നു. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചു. ആ ക്ലാരിറ്റി നമുക്ക് എനർജിയായി മാറും. ഇവിടെ വന്നതിന് ശേഷം ഒരു ദിവസം പോലും, വളരെ അപൂർവം ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ ക്ലാസ് കയറാത്തത്. വളരെ അപൂർവം, പല യാത്രകളിൽ മാത്രമായിട്ട്. അല്ലാത്ത ദിവസങ്ങളിൽ ഏതാണെങ്കിലും എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ സെഷനും നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ സാറിന്റെ സെഷൻ മാത്രം നോട്ട് ചെയ്തുകൊണ്ട് നിൽക്കാൻ അല്ലാത്ത ദിവസമുണ്ട്. പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യുവാൻ വളരെ ഈസി ആയിട്ടുള്ള 1-2 പോയിന്റുകൾ നമുക്ക് ഏറ്റവും അൺഇമ്പോർട്ടൻ്റ് ആയിട്ട് നാം കരുതുന്ന വ്യക്തികളിൽ നിന്ന് ലഭ്യമാകും. സോ ആ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിലേക്ക് ക്ലാരിറ്റി വരുത്താൻ. ആ ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൽ നിന്നും എനർജി ലഭിക്കുന്നു.
അതോടൊപ്പം തന്നെ കിട്ടുന്ന മറ്റൊന്നുണ്ട്, നമുക്കൊരു പുതിയ ഐഡന്റിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ 3 കാര്യം, പുതിയൊരു ഐഡന്റിറ്റി നമുക്ക്. കാരണം ഒരു സാധാരണ ഒരു ബാഗ് കച്ചവടത്തിൽ നിന്നും മറ്റൊരു തരത്തിലേക്ക് നമുക്ക് മാറാൻ സാധിച്ചു. ഇന്ന് കിങ്സ് ക്ലബിന്റെ ഏത് പ്ലാറ്റ്ഫോമിൽ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊരു വാല്യൂ ഉണ്ട്. അത് എവിടുന്ന കിട്ടിയത്? ഈ ക്ലാരിറ്റി ലഭിച്ചു. അതിനനുസരിച്ച് എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് സെഷനിൽ പങ്കെടുത്തു. അതിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റുകൾ നമുക്ക് ഉപയോഗിക്കുവാൻ തുടങ്ങി, ഉപയോഗപ്പെടുത്തുവാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് നൽകുവാനും കാണിച്ചപ്പോൾ നമുക്കൊരു പുതിയ ഐഡന്റിറ്റിയായി. പഴയതിൽ നിന്ന് നാം വളരെയധികം വ്യത്യാസപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഈ 3 കാരണങ്ങൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തിനു വേണം നമുക്ക് ഈ സ്വപ്നങ്ങൾ എന്ന ചോദ്യം? കാരണം ആ സ്വപ്നങ്ങൾ ഉണ്ടായാൽ ആ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് ക്ലാരിറ്റിയും എനർജിയും ഐഡന്റിറ്റി ഷിഫ്റ്റും വരുത്തുമ്പോഴാണ് തീർച്ചയായിട്ടും നാം ഓരോരുത്തരും തന്നെ നമ്മുടെ വിഷയങ്ങളിലേക്ക് എത്തുന്നത്. ഇത്തരത്തിൽ സെറ്റ് ചെയ്ത ആർക്കുണ്ട്? അതല്ലെങ്കിൽ ഈ ഒരു പാത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എത്ര വ്യക്തികളുണ്ട്? ആർക്കെങ്കിലും 1-2 പേർക്ക് ആൻസർ പറയാം. ആരാണ്? സാർ നിഷാദ്, ഞാൻ മലപ്പുറം. ഓക്കെ, മുജീബ്. യെസ്. ഞാന് 24 വർഷമായിട്ട് ഒരു സ്കിൽ ഡെവലപ്മെന്റ് സ്ഥാപനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഈ കിങ്സ് ക്ലബിലേക്ക് വന്നതിന് ശേഷമാണ് സത്യത്തിൽ എനിക്ക് ഒരുപാട് ക്ലാരിറ്റി കിട്ടിയത്. നിങ്ങൾ പറഞ്ഞ പോലെ, മുജീബ് പറഞ്ഞ പോലെ, ഞാനും കരുതിയിരുന്നു ഞാൻ ഇതുവരെ അനുഭവിച്ചതിലേറൊന്നും ഇനി അനുഭവിക്കാനില്ല എന്ന് കരുതിയിരുന്ന ഒരാളായിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ്സിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിങ് തന്നെ നമുക്ക് വർക്ക് ചെയ്യലോ. ഞാൻ മൈൻഡ് ബ്ലോക്ക് മാറിയിട്ട് തോട്ട് പ്രോസസ്സിങ് വർക്ക് ചെയ്തതും എൻ്റെ മുന്നിലുള്ള എൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാകൽ തുടങ്ങിയതും, മുഴുവനായിട്ട് ക്ലാരിറ്റി ആയില്ലെങ്കിലും ആ ഒരു പാത്തിലേക്ക് കയറാൻ പറ്റിയതൊക്കെ സത്യത്തിൽ ഈ 2025-ലാണ്. 2020 വരെ കഷ്ടപ്പെട്ട് കട്ടപ്പുറത്തായൊക്കെ പോയെങ്കിലും ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം നേരത്തെ സാറ് പറഞ്ഞ പോലെ ഭാഗ്യം എന്നത് വന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോന്നു. അതിന് മുന്നേ കുറെ കടങ്ങളൊക്കെ വന്നിരുന്നു, കുറച്ച് രക്ഷപ്പെട്ടു പോന്നു. അതിന്റെ മേലിൽ എനിക്ക് അടുത്ത ഞാൻ എന്ത് ബിൽഡ് ചെയ്യും എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ കിങ്സ് ക്ലബിൽ വന്നിട്ട് ജോയിൻ ചെയ്തതൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരുപാട് ആളുകളുടെ ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയി. പക്ഷെ അതിൽ നിന്നൊന്നും ഞാൻ ഉദ്ദേശിച്ച പോലുള്ള ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അതൊക്കെ വെറും ഒരു ബിസിനസ് എന്നുള്ള രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം കിട്ടി. ഇതില് എനിക്ക് സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ വരണ്ട എന്ന് പറയുന്ന ആ ഒരു നമ്മളെ ഡിസ്ക്വാളിഫൈഡ് ആക്കണ സംഭവമാണ്. ഞാൻ ആദ്യം തന്നെ വിളിച്ചത് സാറിന്റെ എനിക്ക് കോഴിക്കോട് സംഭവം ഒന്നും എനിക്കറിയില്ല, അതൊക്കെ ഞാൻ ഇതിൽ വന്നതിന് ശേഷമാണ് അറിയുന്നത്. ഞാൻ സാറിന്റെ നമ്പർ എടുത്ത് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് വിളിച്ചിട്ട് ഓഫീസിൽ നിന്ന് എന്നോട് ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നതൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കാരണം എനിക്കൊരു ഈ 2 CR ഒക്കെ ഒരു ബിസിനസ് മാത്രം നടക്കുന്ന ഒരാളാണ്. 2 CR മേലെ ഒക്കെ നടക്കുന്ന ഒരാളായിരുന്നു ഒരു വർഷത്തിലാകെ. അപ്പൊ ഞാൻ സംസാരിച്ചിട്ട് പറഞ്ഞു, സാറിന്റെ കോഴ്സിന് ഇത്രയും ഫീസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്നാണ് എന്നോട് ഓഫീസിൽ ആദ്യം ചോദിച്ചത്. എന്നിട്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ എന്താ മാർഗം ചോദിച്ചപ്പോ സത്യത്തിന് എന്നോട് പറഞ്ഞത് കഴിയാത്ത രൂപത്തില. പക്ഷെ ഞാൻ വിട്ടില്ല. ഞാൻ വീണ്ടും ഈ വീഡിയോസ് യൂട്യൂബിലുള്ളത് കാണൽ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് എനിക്ക് വേണ്ടതെന്ന് മനസ്സിലായിട്ട് ഞാൻ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയപ്പോ ഒരു വെബിനാറിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഒരു വെബിനാർ തന്നു. അത് ചേരുമ്പോ തന്നെ ഞാൻ തീരുമാനിച്ചതാണ് എന്ത് വന്നാലും വേണ്ടിയില്ല ഇതിൽ ഞാൻ ജോയിൻ ചെയ്യുന്നുള്ളത്. കാരണം എന്താ വെച്ചാല് സാർ പറഞ്ഞ കുറെ കാര്യങ്ങൾ, ആ ഒരു ക്ലാരിറ്റിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം അത്ര കറക്റ്റായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് നമുക്ക് പല ആളുകൾക്ക് ചീത്ത പറയാൻ തോന്നില്ല. ചീത്ത പറയാല്ല, അത് നമ്മളെ സത്യത്തിൽ നമ്മളെ ഉള്ളിലേക്ക് ആഴങ്ങളിലേക്ക് അത് ഇറക്കി തരികയാണെന്ന് മനസ്സിലായത്. അപ്പൊ ഞാൻ മനസ്സിലാക്കി എനിക്ക് ഇതാണ് ആവശ്യം, ഈ കൾച്ചറാണ് എനിക്ക് ആവശ്യം, ഇതാണ് എനിക്ക് പഠിക്കാനെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സത്യത്തിലേക്ക് കയറി. ഇപ്പൊ കഴിഞ്ഞ ദിവസം
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറെ ദിവസം ഞാൻ ഈ ടീമിനെ ട്രെയിൻ ചെയ്തു ഒക്കെ റെഡിയാക്കിയെങ്കിലും ഇപ്പൊ മുജീബ്ക്ക പറഞ്ഞ പോലെ നമ്മള് ആ പഴയ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് പുതിയ ഒരു റിസൾട്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോ കഴിഞ്ഞ ദിവസം മുതൽ അതേപോലെ ഈ മാർക്കറ്റിൽ നിന്ന് തന്നെ സിഗ്നലിനെ കുറിച്ചിട്ട് പഠിക്കാൻ ഇതൊക്കെ കിട്ടിയത് എല്ലാ സാധനങ്ങളും കിട്ടിയ സത്യത്തിൽ എനിക്ക് ചെയ്യുന്ന ഇപ്പൊ ഞാൻ പുതിയ മീൻസ് പുതിയ പ്രൊഡക്റ്റ് അല്ലെങ്കിലും ഉള്ള പ്രൊഡക്റ്റിനെ തന്നെ എങ്ങനെ, അതായത് ഇത്രയും കാലങ്ങളുടെ പ്രൊഡക്റ്റിനും എക്സ്പീരിയൻസിനും എങ്ങനെ ഒരു പുതിയ രൂപത്തിലാക്കി മാറ്റിയിട്ട് അതിനെ കസ്റ്റമർക്ക്, നമ്മളോട് പറയുന്ന കസ്റ്റമർക്ക്, നമ്മളടുത്ത് വരുന്ന ആളുകൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ള രൂപത്തിൽ മാറ്റി അതില് ഒരു വലിയൊരു പ്രതീക്ഷയുമായിട്ട്, വെറുതെ ഒരു പ്രതീക്ഷയല്ല, നമ്മളതിന്റെ ഡാറ്റ സെർച്ച് ചെയ്തിട്ടും പ്രതീക്ഷ സാറെ ക്ലാസ്സിൽ കേട്ട ChatGPT എങ്ങനെയാണ് അതൊന്നും എനിക്ക് യൂസ് ചെയ്യാനൊന്നും അറിയില്ല. പറയുമ്പോൾ ഞാൻ IT ഫീൽഡിലൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ആ പ്രോംപ്റ്റ് എങ്ങനെ സെറ്റ് ചെയ്തതൊക്കെ ഞാൻ പഠിച്ചെടുത്ത് അതിന് ഇപ്പോ മുജീബ്ക്ക പറഞ്ഞ പോലെ തന്നെ നമ്മൾ അൺഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതുന്ന കാര്യങ്ങളിൽ പോലും, ക്ലാസ്സുകളിൽ നിന്ന് പോലും 1-2 പോയിന്റ്സ് നമുക്ക് എന്തായാലും കിട്ടും. അങ്ങനെ മാക്സിമം കയറും. ഞാൻ ചിലപ്പോൾ എനിക്ക് ലൈവായിട്ട് കയറാൻ പറ്റിയില്ലെങ്കിൽ ഞാനത് റെക്കോർഡിങ്സ് എങ്കിലും കയറിയിട്ട് കണ്ടിട്ടേ ഞാൻ നിൽക്കാറുള്ളൂ. അത് കണ്ടിട്ട് അതിൽ നിന്ന് പോയിന്റ്സ് എഴുതിയെടുത്തിട്ട് എൻ്റെതായ രൂപത്തിലേക്ക് മാറ്റാനൊക്കെ എനിക്കിപ്പോൾ പഠിഞ്ഞത് സത്യത്തിൽ അതിനുള്ള പ്രാക്ടീസ് എനിക്ക് കിട്ടിയത് ഈ കിങ്സ് ക്ലബ്ബിൽ വന്നതിന് ശേഷം. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഒരു കോടി അല്ല ഒരു CR 2 CR എന്നൊക്കെ പറഞ്ഞാല് അതൊരു വലിയ ടാസ്ക് ആയിട്ട് തോന്നിന്റെ ഒരു സംഭവമില്ല. ഇപ്പൊ എന്റെ മനസ്സിൽ 2028 ആകുമ്പോഴേക്കും എനിക്കൊരു മില്യണയർ ആവണം. എനിക്ക് അത്യാവശ്യം ഒരു സ്ട്രെങ്ത്തിലേക്ക് എത്തണം എന്നുള്ള 2035 വിഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിലേക്ക് എങ്ങനെ എത്തും എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള രേഖ ഒന്നും ഇപ്പോഴും എനിക്ക് ആയിട്ടില്ല. പക്ഷെ ഇപ്പൊ 2028 വരെയുള്ളത് എനിക്ക് ക്ലാരിറ്റി ആയി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പണിയാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാല് ഭയങ്കരമായിട്ട് ഇന്നെ കൊണ്ട് ഇത്ര സാധിക്കും എന്നുള്ളത് പോലും എനിക്ക് മനസ്സിലായി തുടങ്ങിയത്, സാധിക്കും എന്നുള്ളത് മനസ്സിലായി പോയ രീതിയിലാണ്. ഞാൻ കഴിഞ്ഞ കൺവെൻഷൻ സെന്ററിൽ വന്ന അന്ന് ഞാൻ 5 കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് വോയിസ് ഇട്ടപ്പോൾ സാർ അപ്പൊ എനിക്ക് ഓപ്ഷൻ, സാർ ഇതുവരെ മെസ്സേജ്, സാർ അപ്പൊ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്തു, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിഷാദെ ആ കല്യാണത്തിന് പോകൽ, അത്ര കല്യാണത്തിന് പോകൽ നിർത്തണം എന്നാണ്. അത് ഞാൻ അപ്പൊ സ്വീകരിച്ചതാണ്, അന്നത് സ്വീകരിച്ചത്. അത് മനസ്സാ വാച കർമ്മണ ഞാൻ അതത് സ്വീകരിച്ചു. അതിൽ വേറെ ഒന്നും ആലോചിച്ചില്ല. ഇപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഇനിയിപ്പൊ എനിക്ക് മൺഡേ കല്യാണം ഞാൻ കട്ട് ചെയ്തു സാധനം. കാരണം എന്താ വെച്ചാൽ ഏറ്റവും എന്റെ പ്രയോറിറ്റി ഞാൻ കൊടുത്തത് ഇതിന് കൊടുത്ത് കംപ്ലീറ്റ്ലി ഇതിലാണ് എന്റെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കാര്യമാക്കി മാറ്റിയപ്പോ എനിക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ട് ശരിക്കും. പിന്നെ നമ്മൾ ആദ്യമൊക്കെ എന്താ വെച്ചാൽ 24 hours നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പണിയെടുക്കണേന്, പക്ഷെ ഇപ്പൊ 24 hours നമ്മൾ ഇതിലുണ്ടെങ്കിലും നമ്മൾ കുറച്ച് സമയം മാത്രം, അതായത് ഒരു 5 മണി വരെയുള്ള സമയം മാത്രം നമ്മൾ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ റിസൾട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മറ്റേത് നമ്മൾ എത്ര ദിവസം ഇരുന്നാലും ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടില്ല. മുന്നേക്ക് ഇനി എങ്ങനെ പോകുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു റിസൾട്ടാണ്. ആ ക്ലാരിറ്റി ഇപ്പൊ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മെല്ലെ മെല്ലെ കയറി വരികയാണ്. ഞാൻ എപ്പോഴും ഇത് പറയാത്തത് എന്ന് വെച്ചാൽ ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രൂപമാകാതെ ഞാൻ എങ്ങനെ ഇതിൽ പറയും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇപ്പോ മുജീബൊക്കെ ചോദിച്ചു ക്ലാരിറ്റിയും കാര്യങ്ങളും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ക്ലാരിറ്റിയിലേക്ക് വരുന്നുകൊണ്ടിരിക്കണവർ പറയുന്നു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അതിലേക്ക് ഇങ്ങനെ ഞാൻ കയറിക്കൊണ്ടിരിക്കുക. ഇൻഷാ അള്ളാ 2028 ആകുമ്പോഴേക്ക് ഞാൻ എന്താണോ എഴുതി വെച്ചിട്ടുള്ളത് അത് ഞാൻ നേടിയിരിക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് ഹെൽത്ത് ആണെങ്കിലും വെൽത്ത് ആണെങ്കിലും ഹാപ്പിനെസ് ആണെങ്കിലും അത് മൂന്നും എനിക്ക് നേടാൻ പറ്റും ഇതിലുണ്ടെങ്കിൽ എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിനെ എന്റെ കൂടെ നിർത്താൻ പറ്റും എന്നുള്ള വിശ്വാസം കൂടെ എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇത്ര കാലത്തെ എക്സ്പീരിയൻസ് എവിടെയാണ്, എന്നെ എത്ര ആളുകളാണ് മനസ്സിലാക്കിയത്, എന്നെ സപ്പോർട്ട് ചെയ്തത് ഏത് രൂപത്തിലുള്ള ആളുകളാണ്, എങ്ങനത്തെ കസ്റ്റമറാണ്, അവർക്ക് ഇനി എന്താണ് വേണ്ടത്, അവരെന്താണ് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറയാതെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ മനസ്സിലായത് ഈ കിങ്സ് ക്ലബ്ബിൽ വന്നതിന് ശേഷമാണ്. കിങ്സ് ക്ലബിന്റെ സാറിന്റെ ട്രെയിനിങ്ങിന്റെ ഒരു മോഡൽ തന്നെയാണ് സത്യത്തിൽ ഞാൻ പല സമയത്തും കോപ്പി ചെയ്യാറുള്ളത്. പല സമയത്തും ഞാൻ അതിനെ പ്രാക്ടീസ് ചെയ്യുക. സാറ് പറഞ്ഞ പോലെ എന്നെ കണ്ട് നിങ്ങൾ പഠിക്ക്, എന്റേത് പഠിക്ക്. കാരണം ഞാൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ട്രെയിനിങ് ഫീൽഡാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് അതന്നെയാണ് ഞാൻ ഇപ്പോഴും നോക്കാറുള്ളത്. ആ ഒരൊറ്റ സാധനമാണ് നോക്കാറ്. അതിനെങ്ങനെ ഇപ്പൊ സ്റ്റെപ്പ് ഇടും, എങ്ങനെ നമ്മൾ ആ ഹൈ ടിക്കറ്റിലേക്കുള്ള സ്റ്റെപ്പ് ഇടും. മുന്നേ ഞാൻ 10,000 17,000 കോഴ്സ് പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഇപ്പൊ പ്ലാൻ ചെയ്തിട്ട് ഈ കഴിഞ്ഞ ആഴ്ച മുതൽ
പരിപാടി തുടങ്ങി 1.5 ലക്ഷം രൂപേന്റെ കോഴ്സ് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ 1.5 ലക്ഷം രൂപന്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അത് ഒരു ചെറിയ ഫീസായിട്ടേ തോന്നുള്ളൂ. മുന്നെന്താ വെച്ചാൽ 1.5 ലക്ഷം രൂപ എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത, എനിക്ക് തന്നെ അത് കൺസീവ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് 1.5 ലക്ഷം രൂപയുടെ കോഴ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ കോഴ്സ് ആയിട്ടാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. കാരണം ഞാനിവിടെ എന്നും കേൾക്കുന്നത് 15 ലക്ഷം 25 ലക്ഷം ഒക്കെയാണ് കേൾക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇതിലുള്ള താങ്ക് യു എന്റെ ഈ വെരി മച്ച്. ടീമിലുള്ള നമ്മളെ ഈ ടീമിലുള്ള ആൾക്കാർ പറയുന്നതും എപ്പോഴും മില്യണയറും ബില്യണയറിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളെ എന്താ മനസ്സിന്റെ വിടുത്ത് ബാൻഡ് ഇങ്ങനെ കൂടി കൂടി വരികയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി സ്ട്രെച്ച് ചെയ്യുമ്പോൾ സാർ പറഞ്ഞ പോലെ ഇതിനെങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വലുതായി വലുതായി വരികയാണ് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും ഇപ്പൊ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. താങ്ക് യു അനിൽ താങ്ക് യു സാർ. വെരി ഞാൻ മച്ച്. എപ്പോഴും എങ്ങനെ പറയാറില്ല, പക്ഷെ ഇപ്പൊ പറഞ്ഞത് ഇങ്ങനെ ഇത്ര അവസരം കിട്ടിയപ്പോഴാണ്. ഇങ്ങനെ ഒരു അവസരം തന്നതിനും കൂടെ നന്ദി. മുജീബ് ക എന്നോട് കടവ് റിസോർട്ട് എന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്താ സംസാരിക്കാൻ വരാത്തെന്ന് എന്നോട് ചോദിച്ചിരുന്നു. പ്രത്യേകിച്ച് മുജീബ് കാക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ ചോദിച്ചിരുന്നു നിങ്ങളൊക്കെ വരേണ്ടതല്ലേ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എപ്പോഴും ഞാൻ വരാത്തത് കൊണ്ടാണ് എനിക്കൊരു കറക്റ്റ് ആയിട്ട് റിസൾട്ട് പറയാനില്ലാത്തതുകൊണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ക്ലാരിറ്റിയും കൂടെ മുജീബ് പറഞ്ഞപ്പോ ഞാൻ അതിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വില്ലേജ് റോട്ടിൽ നിന്ന് ഹൈവേയിലേക്കും, ഹൈവേന്ന് ഞാൻ എക്സ്പ്രസ് ഹൈവേയിലേക്കും താമസിയാതെ കയറും. വില്ലേജ് റോട്ടിൽ നിന്ന് ഇപ്പൊ ഇങ്ങനെ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈവേയിലേക്ക്. ഇൻഷാ അള്ളാ 2028 ആകുമ്പോൾ ഞാൻ എക്സ്പ്രസ് ഹൈവേ കയറും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അതിനുള്ള പണി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത ഒരു താങ്ക് യു വെരി ഇത് മച്ച്. നോക്കാം. താങ്ക് യു വെരി ഓക്കെ, മച്ച്. താങ്ക് യു. താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു നിഷ. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങൾ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതല്ലേ? നമ്മുടെ സിഗ്നേച്ചറുകൾ. സിഗ്നേച്ചറിന് എന്താ പ്രത്യേകത? സിഗ്നേച്ചറിന്റെ പ്രത്യേകത ഇസ് യൂണീക് അല്ലെ? ഇറ്റ്സ് യുണീക്ക്. കാരണം നമുക്ക് മാത്രമുള്ള ഒരു സാധനം. ഇറ്റ്സ് പെർമനന്റ് അല്ലെ? അതോടൊപ്പം തന്നെ അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. യെസ്, ആ സിഗ്നേച്ചർ ഞാൻ തന്നെ ചെയ്തതാണ്. നമ്മുടെ ഓർഗനൈസേഷനെ ആ രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. പലപ്പോഴും നമ്മളൊക്കെ വരുന്നത്, ഈ രംഗത്തേക്ക് വന്നത് സാന്ദർഭികമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടായിരുന്നു. ഞാൻ ബിസിനസ് ഫീൽഡിലേക്ക് എത്തിയത് ഒരു പ്രവാസി എന്ന നിലയിൽ എത്തപ്പെട്ടു. എവിടെയെങ്കിലും നല്ലൊരു ജോലിയിൽ. അന്ന് എൻ്റെ പക്കലുണ്ടായിരുന്ന ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒരു അറബിക് ടൈപ്പ് റൈറ്റിംഗ്, ഒരു ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ്, ഇത് മൂന്നാണായിരുന്നു എൻ്റെ കൈകളിലുണ്ടായിരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലി ലഭ്യമാവും. പക്ഷെ വളരെ അതിശയമായി ഒരു മാസം എന്ത് ചെയ്തു, അന്വേഷിച്ചുകൊണ്ടേയിരുന്നു എന്തെങ്കിലും ഒരു ജോലി കിട്ടും. ഒന്നും കിട്ടിയില്ല. പിന്നീടാണ് ഞാൻ, എൻ്റെ കസിൻ എന്നെ പറഞ്ഞു, തൽക്കാലം നീ ഇവിടെ നിൽക്ക്, കാരണം അവർക്ക് നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു തൽക്കാലം ഇവിടെ നിൽക്ക്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സെറ്റ് ചെയ്യും. അവിടുന്ന് തുടങ്ങിയ ഒരു ജേണിയാണ്. വളരെ സാന്ദർഭികമായിട്ടാണ് അത്തരത്തിലൊരു ഫീൽഡിലേക്ക് എത്തി. പിന്നീട് കാലക്രമേണ പഠിച്ചെന്ത് ചെയ്ത് പുതിയ പുതിയ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിച്ചു, കസ്റ്റമേഴ്സിനെ കുറിച്ച് പഠിച്ചു, മാർക്കറ്റിംഗ്, അങ്ങനെ എന്ത് ചെയ്തു. പക്ഷെ എന്നും നമ്മൾ ആ വില്ലേജ് റോഡിൽ തന്നെ ഉണ്ട്. നമ്മൾ കാഴ്ചക്ക് ഒരു അതിർത്തി ഉണ്ടായി. ഒരു 50 മീറ്റർ, ഒരു 100 മീറ്റർ, ഒരു 200 മീറ്റർ, ഇതായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും താഴേക്ക് നോക്കിയാൽ വീഴാതെ നോക്കാൻ മുന്നോട്ട് പോകാൻ പറ്റും അല്ലേ? താഴേക്ക് നോക്കി നടന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് വീഴാതെ കുണ്ടും കുഴിയൊക്കെ നോക്കാൻ പറ്റും. പക്ഷെ മുന്നോട്ടേക്ക് നോക്കിയാലോ നമുക്ക് വളരെ സ്പീഡിൽ പോകാൻ പറ്റും. ഹൈവേയിലെ കാഴ്ചകൾ എന്താണ് നമ്മൾ കാണുന്നത്? കിലോമീറ്ററുകളോളം ദൂരെയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 120, 140, 160 സ്പീഡിൽ നമുക്ക് പോകാൻ സാധിക്കുന്നത്. മുന്നോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ആ രീതിയിൽ നമ്മുടെ മൈൻഡ് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. താഴേക്ക് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പീഡ് കിട്ടില്ല. നമുക്ക് ഓരോ കല്ലും മുള്ളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോകാം. അപ്പൊ നമ്മുടെ സിഗ്നേച്ചർ പോലെ തന്നെ ഒരു യുണീക് പ്രോഡക്റ്റ് ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. ആളുകളുടെ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുന്നു. അതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഓരോ ബിസിനസ് ഓണേഴ്സിന്റെയും റോൾ പലപ്പോഴും നാം ഒരു മാനേജീരിയൽ റോളാണ് നാം ചെയ്യാറ് അല്ലെ? ഒരു മാനേജറിന്റെ റോളാണ്. ഒരിക്കലും തന്നെ ഒരു ബിസിനസ്
ിലേക്ക് നമ്മൾ എത്താറുണ്ട്. ഇതിന്റെ മുന്നത്തെ പല സെഷൻ നമ്മൾ കേട്ടത്, നമ്മൾ പഠിച്ചതാണ്. ഒരു എംപ്ലോയി, സെൽഫ് എംപ്ലോയി, ബിസിനസ് ഓണർ ആൻഡ് ഇൻവെസ്റ്റർ. ഈ 4 പോർഷനിൽ നമ്മൾ എവിടെയാണ്, നമുക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത്? കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബിസിനസ് ഓണറിലേക്കും ഒരു ഇൻവെസ്റ്ററിലേക്കും, കാരണം അവിടെ നമ്മുടെ ആ ജേർണി നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എംപ്ലോയിയിൽ നിന്നും ഒരു സെൽഫ് എംപ്ലോയിയിലേക്കും, ആ സെൽഫ് എംപ്ലോയിയിൽ നിന്നും ഒരു ബിസിനസ് ഓണറിലേക്കും, ആ ബിസിനസ് ഓണറിൽ നിന്നും ഒരു ഇൻവെസ്റ്ററിലേക്കും എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം, അല്ലെ? എന്നാൽ മാത്രമേ നമ്മൾ ഈ ബിൽഡ് ചെയ്യുന്നതിന് കാര്യമുള്ളൂ. അപ്പോൾ ആ രീതി യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കി. അപ്പൊ നമുക്ക് എല്ലാവർക്കും, നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ അതുപോലെ തന്നെയാണ് ഉള്ളത്. ഒരു യുണീക്ക് സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് വിഷനാണ്. ആ വിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ സ്റ്റീവ് ജോബ്സിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? സ്റ്റീവ് ജോബ്സിനെ നമുക്കറിയാം. അദ്ദേഹം എന്താണ് ചെയ്തത്? ടെക്നോളജി ഒരു ആർട്ടിസ്റ്റിന്റെ കൈമിൽ എങ്ങനെ കൊടുത്താൽ സാധ്യമാണ്? അതിന് മുൻകാലങ്ങളിൽ പലരും ടെക്നോളജി സെല്ല് ചെയ്തു. പക്ഷെ ഏറ്റവും ഭംഗിയുള്ള രീതിയിലേക്ക് അദ്ദേഹം അവതരിപ്പിച്ചു. അതായിരുന്നു ഐഫോൺ. ഒരു സിംഗിൾ ടച്ചിലൂടെ നമുക്ക് എങ്ങനെ മുന്നേറണം? പണ്ട് ഒരുപാട് കീകളായിട്ടുണ്ടായിരുന്നു. 3310 സാംസങ്ങും നോക്കിയയും സീമൻസും ഒക്കെ ഇറങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നും മാറി പുതിയൊരു രീതിയിലേക്ക് ടെക്നോളജി. എലോൺ മസ്ക് എന്താ ചെയ്യുന്നത്? ടെസ്ലയും സ്പേസ് എക്സും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളും. ഈ ഭൂമിയിൽ മാത്രമല്ല നമുക്ക് ജീവിക്കാൻ സാധിക്കുക, മറ്റുള്ള ഗ്രഹങ്ങളിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഇറ്റ്സ് എ ഡിഫറെന്റ് തോട്ട്. എല്ലാം തന്നെ സ്വപ്നങ്ങളിലൂടെയാണ് ഉള്ളത്. ആ സ്വപ്നങ്ങളെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ നമുക്ക് സാധ്യമാണ്. എങ്കിൽ നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ട ചോദ്യം, എന്റെ പ്രോഡക്റ്റിനെ എനിക്ക് എങ്ങനെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ സാധിക്കും? ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ പോലും, ഞാൻ ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോയാൽ പോലും എന്റെ പ്രോഡക്റ്റിനെ എന്നും ആൾക്കാർ കാണുന്ന, ആരാധിക്കുന്ന രീതിയിലേക്ക് എന്റെ പ്രോഡക്റ്റിനെ മാറ്റാൻ സാധിക്കും. 90% ബിസിനസ്സും താഴോട്ടേക്ക് പോകുന്ന, അതിനെ ആരാണ് ഹെഡ് ചെയ്ത് അവർക്ക് താഴേക്ക് പോകും. അല്ലെങ്കിൽ അവർ ഈ ഭൂമിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അതോടുകൂടി ആ ബിസിനസ് അവസാനിക്കുന്നു. നമ്മുടെ ബിസിനസ്സിനെ ഒരു നോർമൽ ബിസിനസ്സിൽ നിന്നും സ്കെയിലപ്പിലേക്കും, ആ സ്കെയിലപ്പിൽ നിന്നും എങ്ങനെ നമുക്ക് മുന്നേറുന്നത്? ഇന്നത്തെ ദിവസത്തെ ഒരു തോട്, നമ്മുടെ ബിസിനസ്സിന് നമുക്ക് എങ്ങനെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ്, നമ്മളില്ലെങ്കിൽ പോലും ഓട്ടോമേഷനിലൂടെ കൃത്യമായി മുന്നോട്ടേക്ക് പോകുന്നു, ഏറ്റവും ഭംഗിയായി നടക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആക്കി മാറ്റാൻ നമുക്ക് എങ്ങനെ സാധിക്കും? യുവർ ഡ്രീംസ് യുവർ സിഗ്നേച്ചർ. നമ്മുടെ സ്വപ്നങ്ങളാണ് നമ്മൾ ആ സിഗ്നേച്ചർ. അത്തരത്തിലുള്ള സിഗ്നേച്ചറുകൾ നമുക്കുണ്ടാകാൻ എടുക്കാൻ സാധിക്കുമാറാകട്ടെ. ഈ രീതിയിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ വളർത്താൻ സാധിക്കും? ആ ചിന്തയാകട്ടെ ഈ സെഷന്റെ അവസാനത്തിൽ നമുക്ക് ഏവർക്കും ലഭിക്കുന്ന ഒരു ഇൻസൈറ്റ്. എന്താണ് നിങ്ങൾക്ക് കിട്ടിയ കഴിഞ്ഞ ഒരു 50 മിനിറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻസൈറ്റ് എന്താ? ഒന്ന് പറയാം. മുന്നോട്ടുള്ള യാത്രയിൽ ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി വന്നു. അനോജ്, താങ്ക് യു. ബിസിനസ് ആക്ച്വലി നമ്മളെല്ലാവരും ഉണ്ടല്ലോ, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവരും നല്ല കഴിവുള്ള ആളുകളാണ്. ഒറ്റ പ്രശ്നമുള്ള ഇവർക്കൊക്കെ സ്കാറ്റേഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നല്ല കഴിവുള്ളതുകൊണ്ട് എല്ലാത്തിലും കയറി കൊണ്ട് പിടിക്കും. അതിന് പകരം നമ്മൊരു വിഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഇയേഴ്സ് ടാർഗറ്റ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് പ്ലാന്, 1 ഇയർ ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലോട്ട് പോകാതെ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളിലോട്ട് മാത്രം പോകുമ്പോൾ നമ്മുടെ
വ്യക്തമായ ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവും. നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൂടെയുള്ള ആളുകൾക്കും വ്യക്തമായിട്ട് മനസ്സിലാവും, അവർക്ക് എവിടേക്ക് എത്തിച്ചേരണം എന്നുള്ളതും അവർക്കും മനസ്സിലാവും, അതിൻ്റെ ബെനഫിറ്റ്സും അവർക്ക് മനസ്സിലാവും. അതിലൂടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റും. ആ സിസ്റ്റം ബിൽഡ് ചെയ്യാനോട് കൂടി ആ സിസ്റ്റത്തിന് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ ഒരു സിഗ്നേച്ചർ വെച്ചിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് ഇതിലൂടെ മനസ്സിലായത്. സാർ ഒരൊറ്റ കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ. Yes. അതായത് നമ്മൾ ഇപ്പം ചെയ്യുന്ന, എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുക, കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടി ചെയ്യുക, ഡിഫറെന്റ് റിസൾട്ട് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഇന്ന് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയെന്നുള്ളത്. റിസൾട്ട് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. Thank ഈ you. ഒരു കാര്യം എന്ന് പറഞ്ഞാല് Yes. എനിക്ക് കിട്ടിയത് ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു യുണീക്നെസ് കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു യുണീക്കായ ഒരു സംഭവം നമ്മൾ ഈ മാർക്കറ്റിലേക്ക് ഇറക്കുക എന്നുള്ളതാണ് എനിക്ക് ഇന്ന് കിട്ടിയ ഒരു പോയിന്റ് തോന്നിയത്. Thank you. എനിക്ക് കിട്ടിയത് നമുക്ക് നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അസാന്നിധ്യത്തിലും ജനങ്ങൾ നമ്മളെ സന്തോഷത്തോടു കൂടി ഓർക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇവിടെ ബാക്കിയാക്കിയിട്ട് പോവുക എന്നുള്ളതാണ്. എപ്പോഴും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, യൂസഫ് അലിഖാന് ഇവിടെ ഇല്ലെങ്കിലും ആയിരക്കണക്കിന് ജനങ്ങൾ ലോകത്ത് എപ്പോഴും അയാളുടെ ലുലുവിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ലുലു അദ്ദേഹം ഇപ്പൊ ഇല്ലട്ടാ, ഇങ്ങനെ ഒരു ഓർമ്മകൾ അങ്ങനെ പലതും ടാറ്റേന്റെ അടക്കം. പക്ഷെ എനിക്ക് വേറൊരു കാര്യം, ഒരു സിംഗിൾ വേർഡാണ് അത്, വല്ലാതെ കേച്ചിങ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷെ ആരെങ്കിലും ഒക്കെ പറയുമ്പോഴാണല്ലോ അത് നമുക്കൊരു ഉള്ളിൽ കൊള്ളുക. നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതൊന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. നമുക്ക് ഈ 2035 വിഷനൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ഒരു റേഞ്ചിലുള്ള വിഷനാണ്. പക്ഷെ അതെന്റെ പാർട്ണറോട് പറയാം, ഇതൊക്കെ നടക്കുന്നതാണോ ഈ ഫിഗർ ഒക്കെ എന്ന് പറഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുന്നില്ല. പക്ഷെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. കറക്റ്റ് വേർഡാണ് ഇട്ട, സത്യമാണ്. താങ്ക് യു. തീർച്ചയായിട്ടും. കാരണം നമുക്ക് നമ്മെ കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് നേടാൻ സാധിക്കില്ല. അതിന് വേണ്ടത് നമുക്ക് ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നെക്സ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് വേറൊന്ന് കിട്ടും. ദാറ്റ്സ് കമ്മിറ്റ്മെന്റ്. ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് തിങ് കിട്ടുന്നതാണ്, അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. ആ കമ്മിറ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവും. ഓക്കെ, ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു കമ്മിറ്റ്മെന്റ്. കാരണം എന്താണ്, നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ബാംഗ്ലൂരിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്ര ഇത്ര കിലോമീറ്റർ ആണ്, ആ കിലോമീറ്റർ ഇത്ര സമയം കൊണ്ട് എനിക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് ഞാൻ ഡ്രൈവ് ചെയ്തോളൂ. കൺസിസ്റ്റൻസി നമുക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ നാം ചെയ്യേണ്ടുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ് നെക്സ്റ്റ്. കാരണം നമ്മുടെ വിഷനെ നമ്മുടെ ടീമുമായും നമ്മുടെ മാർക്കറ്റുമായും നമ്മൾ സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യങ്ങളിൽ നമുക്ക് എത്താൻ സാധിക്കൂ. 200 മില്യൺ റിയാൽ എന്ന ഒരു ഡെസ്റ്റിനേഷനിലേക്ക് 2035 എനിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ലഭ്യമായിട്ടുള്ള ആ ഒരു ക്ലാരിറ്റി, കമ്മിറ്റ്മെന്റോടുകൂടി കൺസിസ്റ്റന്റ് ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും തന്നെ നമ്മൾ ആ ലക്ഷ്യങ്ങളിൽ നമ്മൾ എത്തില്ല എന്നുള്ളത്. വേറെ ആരാണ് ഇൻട്രസ്റ്റ് ചെയ്ത് പറഞ്ഞു? മുജീബ്, നമ്മൾ ഈ ക്ലാരിറ്റി എന്ന് പറയുന്നത് സെയിം ലൈക്ക് നമ്മളിപ്പോ മുജീബ് ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, ഡ്രൈവിംഗ് പോലെ തന്നെയാണ് ശരിക്കും. നമ്മൾ ഈ കോടമഞ്ഞുള്ള ഒരു സമയത്ത് നമ്മൾ വൈപ്പർ ഇടാതെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര സമയം നമുക്ക് 100 കിലോമീറ്റർ ഓടേണ്ടത് ചിലപ്പോ 10 ടൈംസ് കൂടുതലായിരിക്കും. അതേസമയം നമ്മൾ വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സ്പീഡിലുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ വൈപ്പർ ഇട്ട് തന്നെ പോകണം നമ്മുടെ ബിസിനസ്സിൽ. ദിവസം വൈപ്പർ ഇട്ട് ക്ലിയർ ആക്കി നമ്മൾ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. വളരെ നല്ലൊരു ഇൻസൈറ്റ്. ചില സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിലപ്പോൾ ഫോഗ് ലൈറ്റും വെച്ചിട്ടുണ്ട്. എല്ലാ സമയത്തും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റിയ ലൈറ്റ് വെക്കൂല. നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വൈപ്പർ ഇടും. ഇനിയും മുന്നോട്ടേക്ക് പോകുന്നില്ല. കാരണം ഹൈവേയിൽ പലപ്പോഴും ഉണ്ണിയേട്ടന് അത് അനുഭവിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്ന കഴിഞ്ഞ ട്രിപ്പ് ദമാം യാത്രയായിരുന്നു. കാരണം നമ്മളെന്ത് ചെയ്തു, വൈപ്പർ ഇട്ടു, നടക്കുന്നില്ല. പിന്നെ നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യും,
ഹെഡ്ലൈറ്റും ഫോഗ്ലൈറ്റും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ആ യാത്ര കംപ്ലീറ്റ് ചെയ്യുക. അതെല്ലാം എന്ത് ചെയ്യും നമ്മൾ സൈഡായിട്ട് വെക്കേണ്ടി. താങ്ക് യു ഉണ്ണിയേട്ടാ. ആരാണ് അടുത്തത്? മുജീബ് ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് പലപ്പോഴും നമ്മളും ഇന്റേണൽ ടീമിന്റെ അടുത്ത് പറയാറുള്ളത്. അതായത് നമ്മളിപ്പോ ട്രിവാൻഡ്രത്ത് നിന്ന് കാസർഗോഡേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് വിഷൻ സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള പാർട്ട്നേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സ്റ്റാരിങ് പിടിച്ച് തിരിക്കും. അപ്പൊ അവിടെ നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് വേറെ റീറൂട്ട് ചെയ്ത് പോകുന്നുണ്ടോ, അല്ല അതിന്റെ ഇടയ്ക്ക് എറണാകുളം വഴി തൃശ്ശൂർ വഴിയാണോ നമ്മൾ പോകേണ്ടതെന്നുള്ള റൂട്ട് കറക്റ്റ് ആണെങ്കിൽ അപ്പൊ അവിടെ നമുക്ക് കൃത്യമായ വിഷൻ ഉണ്ടാവുകയും കൂടെയുള്ള പാർട്ട്നേഴ്സ് ആണെങ്കിൽ അവർക്കും ആ ധാരണ ഉണ്ടാവുകയും ആ റൂട്ടിലേക്ക് ആ ഒരു റൂട്ട് തന്നെ ആയിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളോ അല്ലെ പിൻസീറ്റിൽ ഇരിക്കുന്ന ആളുകളോ എന്ത് ചെയ്യും, നമ്മളെപ്പോഴും നമ്മൾ റീറൂട്ട് ചെയ്തിട്ടിരിക്കും. ഈ ക്ലാരിറ്റി അവിടെ മസ്റ്റ് ആണ്. ശരിക്കും ഇത് തന്നെയാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ടീമിനോട് പറയാറുള്ളത്. ഇപ്പൊ മുജീബ് കൈ പറഞ്ഞതുപോലെ ഇപ്പം ഞങ്ങൾ ഈ വിഷൻ സെറ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ സാറ്റർഡേയും ഈ മന്ത് ഓഫ് ദ എൻഡിലും നമ്മൾ ഒരു വിഷൻ ഡിക്ലറേഷൻ എൻ്റെ ടീമിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കൂട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ് എന്ന് പറയുന്നത് എവറി വീക്ക് നമ്മൾ ഒരു ഹാഫ് ആൻ അവർ സെഷൻ നമ്മൾ ടീമിന് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. കോർ ടീമിനും അതുപോലെ തന്നെ ഇന്റേണൽ ടീമിനും. അതുപോലെ തന്നെ മന്ത്ലി നമ്മളൊരു ട്രെയിനിങ് സെഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എപ്പോഴും നമ്മൾക്കുള്ള ഒരു വിഷനും നമ്മുടെ മൈൻഡും ഒരിക്കലും നമ്മുടെ ടീമിന് ഉണ്ടായിരിക്കില്ല. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ആ ഒരു തോട്ട് അവരുടെ മൈൻഡിലേക്ക് ഒന്ന് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാനും അതിലൂടെ നമുക്ക് നമ്മൾ ആ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇതാണ് നമ്മളിപ്പോ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഓൺ ദ വേല എന്തെങ്കിലും കറക്ഷൻ ചെയ്യണമെങ്കിൽ അത് ചെയ്തു പോകാവുന്നതാണ്. താങ്ക് യു. തീർച്ചയായും മുജീബ് RST ഐഫോൺ എന്ന് പറഞ്ഞ ആൾ കുറെ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. സാധാരണ ലാപ്ടോപ്പ് ഉപയോഗിക്കാം. റഷീദാണ് ദുബായിൽ. അതായത് ഞാനിപ്പോ ഒരു വർഷമാകുന്നു വന്നിട്ട് ഈ ടീംസ് ലാബില്. ഞാൻ 8 വർഷമായി ഇവിടെ കമ്പനി നടത്തിക്കൊണ്ടുവരായിരുന്നു. പക്ഷെ ഇപ്പോ നമുക്കൊരു എനിക്ക് ക്ലാസ് കയറിയ ഒരു മാസം കൊണ്ട് കിട്ടിയ ഒരു ഇത് എന്ന് പറയുന്നത്, നമ്മൾ ചെയ്ത ഒരുപാട് മിസ്റ്റേക്കുകൾ നമുക്ക് ഒഴിവാക്കായിരുന്നു ഈ ക്ലാസ്സിൽ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ ക്ലാസ്സിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പം മുജീബ് ഖാന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സാറിന്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ ഓരോ ദിവസം ഓരോ ക്ലാസ് കിട്ടുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ മാറിപ്പോകും. മീൻസ് മാറിപ്പോവുകയല്ല, എവിടെയൊക്കെയാ ഫോക്കസ് ഇത് ഉള്ളത് എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. കാരണം ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ട ഏരിയ ആണ്. പക്ഷെ ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് ഒരു മാറ്റർ കഴിഞ്ഞ് അടുത്ത മാറ്ററിലേക്ക് പോകുമ്പോൾ അത് കുറച്ച് ഫോക്കസ് ഔട്ടായി പോകും. പക്ഷെ മുജീബ് ഖാന്റെ ക്ലാസ്സിൽ വരുമ്പോൾ ഈ ഔട്ടായ ഫോക്കസ് ഒന്നുകൂടി നമ്മൾ ഫോക്കസ് ചെയ്ത് വരും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഒരു ക്ലാരിറ്റി സാറിന്റെ ഇതിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. നമ്മൾ ഏത് റൂട്ടിൽ പോകണം, ഏത് റൂട്ടിൽ പോകാൻ പാടില്ല എന്നുള്ള കൃത്യമായ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അത് നമ്മൾ മൈൻഡിൽ റെഡിയാക്കി വെക്കുന്നുണ്ട്, എഴുതി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ മുജീബ് ഖാന്റെ ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഇതൊന്ന് റിമൈൻഡർ വരും കറക്റ്റ് ആയിട്ട്. ഇതൊക്കെ ഒന്ന് മനസ്സിലൂടെ ഓടിപ്പോയി അത് കറക്റ്റ്, അത് ഒന്നുകൂടി പോയിട്ട് ചെക്ക് ചെയ്യണം, ഇന്നത് നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം, എന്നിട്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ക്ലാരിറ്റിയും ഒരു ഫോക്കസ് കിട്ടുന്നുണ്ട്. നമ്മൾ ആ വിഷന്റെ സെഷനിൽ നമ്മൾ പഠിച്ച ഭാഗമുണ്ട്. അതായത് റിയാലിറ്റി എന്താണെന്നും ആ റിയാലിറ്റിയിൽ നിന്ന് നമ്മൾ കിട്ടുന്ന ആ വിഷനിലേക്കുള്ള ആ ഒരു പാത്ത് അവിടെ സാർ പഠിപ്പിച്ച ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോർ ഫോക്കസ്. ഈ ഒരു സബ്ജക്ട് അതാണ് നമ്മളിന്റെ ഈ ഡീവിയേറ്റ് ചെയ്യാണ്ട് നമ്മൾ അതൊക്കെ നിർത്തുന്നുണ്ട്. നമ്മൾ ഒരിക്കലും തിരിഞ്ഞു പോകില്ല. ഇത് മാത്രമേ നമ്മളെ കാഴ്ചയിലുണ്ടാവൂ. ആ രീതിയിലേക്ക് നമ്മൾ മാറും. അപ്പോഴാണ് നമുക്ക് കൃത്യസമയത്ത് നമുക്ക് ഓരോരുത്തർക്ക് തന്നെ എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, സോ യുവർ വിഷൻ ഈസ് യുവർ ഡ്രീം ഇൻ വേർഡ്സ്. നമ്മുടെ സ്വപ്നങ്ങളെ വാക്കുകളാക്കിയതാണ് നമ്മുടെ വിഷൻ. 2035 ഞാൻ എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്ന് നാം കൃത്യമായിട്ട് എഴുതി വെക്കപ്പെട്ട ഒരു രേഖയാണ്. അവിടെ നമ്മൾ ഓരോരുത്തരും തന്നെ എത്തിച്ചേരുന്നുണ്ട്. തീർച്ചയായിട്ടും നാം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ ഓർഗനൈസേഷനെ, നമ്മുടെ പ്രോഡക്റ്റിനെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ്, നാം ഇല്ലെങ്കിലും നമ്മെ ഓർക്കപ്പെടുന്ന രീതിയിലേക്കും ഉള്ള ഒരു പ്രോഡക്റ്റ് അതാവട്ടെ ഇന്നത്തെ ടോപ്പിക്. താങ്ക് യു. താങ്ക് യു മുജീബ് ഖാൻ.
താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നിങ്ങൾക്ക് കിട്ടിയ ഇൻസൈറ്റുകളെല്ലാം തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സിൽ ഞാൻ വരുത്തിയ മിസ്റ്റേക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സന്തോഷം. കാരണം നമ്മൾ ആരും തന്നെ പെർഫെക്റ്റ് അല്ല, നമ്മൾ എല്ലാവരും തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വാട്ട് വെൻ റൈറ്റ്, വാട്ട് വെൻ റോങ് ആൻഡ് വാട്ട് നീഡ് ടു ബി കറക്റ്റ്, നമ്മൾ എപ്പോഴും ഓരോരോ സെഷനിലും ഓരോരോ ഘട്ടങ്ങളിലും ഓരോരോ സെക്കൻഡിൽ നാം ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളും വാട്ട് വെൻ റൈറ്റ്, വാട്ട് വെൻ റോങ്, വാട്ട് നീഡ് ടു ബി കറക്റ്റ് ഓർ ഇംപ്രൂവ്. ഈ 3 കാര്യങ്ങൾ ഇത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് എന്തൊക്കെ നല്ല രീതിയിൽ പോയി, എന്തൊക്കെ മോശമായി പോയി, എവിടെയെങ്കിലും ഞാൻ മിസ്റ്റേക്കുകൾ വരുത്തിയോ, എന്നാൽ മാത്രമേ എനിക്ക് തിരുത്താൻ പറ്റൂ. ഓക്കെ, പിന്നെ നിങ്ങള് മുജീബ് സാറിന്റെ ക്ലാസ് വരുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാല്, സാറിന്റെ ക്ലാസ് എടുത്തിട്ട് നമ്മളിങ്ങനെ അഗ്രസീവ് ആയിട്ട് പോകുമ്പോ നമുക്കൊരു ചെറിയ ഒരു റിലാക്സേഷൻ, കുറച്ചും കൂടി ഇരുന്ന് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ളത്. ഹലോ, പിന്നെ നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ട് ഇരുന്ന് ഈ പഠിച്ച വിഷയങ്ങൾ തന്നെ ഒന്നുകൂടെ റിവ്യൂ ചെയ്ത് ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ ഇന്ന് സാർ ഈ സിഗ്നേച്ചർ പ്രോഡക്റ്റ് എന്നുള്ള ഒരു സംഭവം പറഞ്ഞിട്ട്, പിന്നെ നമുക്കൊരു പുതിയൊരു ഡിവൈസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ കുറിച്ച് ഇങ്ങനെ NDA സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്പനിയായിട്ട്. അപ്പം അവരുടെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ, ഔട്ട് ഓഫ് ദ ലാബിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പൊ അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് സിസ്റ്റത്തിലേക്ക് അതിന്റെ റിസൾട്ടിനെ കൊണ്ടുവരാൻ പറ്റൂല. അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇപ്പൊ പ്രഗ്നൻസി ടെസ്റ്റ് പോലത്തെ അതുപോലത്തെ ഒരു വേറെ സാധനമാണ്. അപ്പൊ പക്ഷെ അതിന്റെ റിസൾട്ട് നമ്മൾ നോക്കിയിട്ട് അത് കാണാനേ പറ്റുള്ളൂ. ഞാനിങ്ങനെ നിങ്ങൾ സിഗ്നേച്ചർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി ആയിട്ടാണ് നേരത്തെ ജസ്റ്റിൻ സാർ പറഞ്ഞ പോലെയൊക്കെ നമ്മളിങ്ങനെ കണക്ട് ആകുന്നത്. അപ്പൊ എനിക്കിങ്ങനെ തോന്നി, നമുക്ക് എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ഡിവൈസ് കണ്ടെത്തിക്കൂടാ ഇതിനായിട്ട് കണക്ട് ചെയ്യുന്നത്, സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ മേ ബി നമുക്ക് ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാനപ്പോ എന്റെ തോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിനകത്ത് ഞാനത് കുറിച്ച് വെച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ ദ ഇൻസൈറ്റ്. താങ്ക് യു വെരി മച്ച്. അങ്ങനെ തന്നെ ഓരോരോ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ മേ ബി നമുക്ക് ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാനപ്പോ എന്റെ തോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിനകത്ത് ഞാനത് കുറിച്ച് വെച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ ദ ഇൻസൈറ്റ്. താങ്ക് യു.